ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുകയാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണോ അതോ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പാണ്. പ്രത്യേകിച്ച് ഈ വൈകുന്നേരം സമയമാകുമ്പോൾ എവിടെ നിന്നില്ലാത്തൊരു വിശപ്പാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടെന്ന് അറിഞ്ഞത്. എന്നാൽ പിന്നെ ഇന്നൊരു പരീക്ഷണം ആയിക്കോട്ടെ എന്ന് കരുതി ഞാനിങ്ങ് അടുക്കളയിൽ കയറുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ പേരാണ് ബാസ്ക്കറ്റ് ഷവർമ. പേരൊക്കെ കൊള്ളാമല്ലേ? പേര് പോലെ തന്നെ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ ഐറ്റം. എന്നാൽ പിന്നെ വെച്ച് താമസിപ്പിക്കാതെ അങ്ങ് പ്രിപ്പറേഷൻ തുടങ്ങിയാലോ. ആദ്യം തന്നെ ഇതിന് വേണ്ടുന്നത് മയനൈസാണ്. സോ മയനൈസിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, കുറച്ച് വിനെഗർ ഇത്രയും ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക. ദെൻ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും മയനൈസ് അടിക്കാനായിട്ടൊരു ബാറ്റർ റെഡിയാക്കാം കേട്ടോ. സോ മിക്സിയുടെ ജാർ അടയ്ക്കുക, നേരെ നമ്മൾ അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊരു ബാറ്റർ റെഡിയായി കിട്ടും. സോ ഇതൊരു മയനൈസ് ആയിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് സൺഫ്ലവർ ഓയിലേക്ക് അതിലേക്ക് പിന്നെയും മിക്സിയുടെ ജാർ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കുറച്ചും കൂടെ തിക്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ ആയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, എന്നിട്ട് ഇത് അടിച്ചെടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിൽ നിന്ന് വിട്ട് വരാത്ത രീതിയിൽ നമ്മുടെ മയനൈസ് അടിപൊളിയായിട്ടുണ്ടാവും. അപ്പം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ദെൻ നമ്മൾ ഇതിൻ്റെ മിക്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ നമ്മുടെ കോവീസ് അരിഞ്ഞതും, കോവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജ് ആണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കോവീസ് എന്നാണ് പറയുക. നിങ്ങളവിടെ എന്താണ് ക്യാബേജിന് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾ കുറച്ച് ക്യാപ്സിക്കവും ഗ്രേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ക്യാരറ്റും കുറച്ച് സവോളയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനങ്ങനെ ക്വാണ്ടിറ്റി അളവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് എന്തുമാത്രം ചിക്കൻ ഉണ്ടോ അതിനനുസരിച്ച് ഏകദേശം ഒരളവിൽ ഈ നമ്മുടെ വെജിറ്റബിൾസിനെയും കൂടെ ആഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ചിക്കനിലും ഓൾറെഡി നമ്മുടെ മയനൈസിലും നമുക്കിനി വരാൻ പോകുന്ന ബാസ്ക്കറ്റിലും ഒക്കെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്യാൽ മതി കേട്ടോ. ഇതിന് ഈ ചിക്കൻ എന്ന് പറയുന്നത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചിട്ട് നമ്മളൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അതിനെയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ മിക്സിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഐറ്റം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ മല്ലിയിലയും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പച്ചക്കളറും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ദെൻ നമ്മൾ ഒരു 3-4 ടേബിൾ സ്പൂൺ മയനൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മയനൈസിനൊക്കെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടാനുസരണമാണ് കേട്ടോ. കുറച്ച് ആൾക്കാർക്ക് മയനൈസ് അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്, അപ്പോൾ അധികം മിക്സ് ചെയ്യാണ്ട് തന്നെ കൊടുക്കുക. ഇനി നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നല്ലതായിട്ട് മയനൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം മയനൈസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ആ മിക്സ് അവിടെ മാറിയിരിക്കട്ടെ. ഇനി നമുക്ക് ബാസ്ക്കറ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മൈദാമാവ് എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തൊരു ഡൗ മാതിരി റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നേരെ നമ്മൾ പരത്തിയെടുക്കണം. ആൻഡ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല വട്ടത്തിൽ പരത്തി എടുത്തിട്ട് ഒരു ബൗൾ വെച്ചിട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ നമ്മൾ പാൻ വയ്ക്കുക, പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുന്ന നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക. സ്റ്റീൽ ഗ്ലാസിൻ്റെ മുകളിലേക്ക്, ഐ മീൻ പുറകിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ മാവിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാവുണ്ടല്ലോ, അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ദെൻ ഈ ഗ്ലാസ്സിനെ ഒരു കൊടിൽ വെച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നേരെ നമ്മുടെ ആ ഒരു മാവ് അല്ലെങ്കിൽ ആ ഒരു ബാസ്ക്കറ്റ് തനിയെ തന്നെ ആ ഒരു എണ്ണയിലേക്ക് വിട്ട് വരും നമുക്ക് കാണാൻ പറ്റും. സോ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്നാൽ കുട്ടികൾക്കൊക്കെ നല്ല ഒരു അടിപൊളി രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം കൂടെയാണ്. അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റൊക്കെ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ മിക്സിനെ എന്ത് ചെയ്യുക, ആ മയനൈസിലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ബാസ്ക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് അലങ്കാരപ്പണിക്കായിട്ട് നമ്മൾ കുറച്ചൊരു മല്ലിയിലയോ ഇല്ലെങ്കിൽ കുറച്ച് സോസോ മയനൈസോ ഒക്കെ ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയായിട്ട് കുറച്ച് നമ്മുടെ സോസ് ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ഇലയും നമ്മുടെ മല്ലിയിലയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഇതിൻ്റെ ക്രിസ്പിനെസ് അറിയാനായിട്ട് ഞാനിപ്പോൾ കഴിച്ചു നോക്കുന്നൊരു വീഡിയോ ഉണ്ട്, ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ ബാസ്ക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുമാത്രം ക്രിസ്പിയാണ് നമ്മുടെ ബാസ്ക്കറ്റ് ഷവർമയെന്ന്. അപ്പം നിങ്ങളും പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.